എങ്കിലും അമ്മ ചേർത്ത് മോളോട് പറയുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനകളിൽ നിൻ്റെ നിയോഗങ്ങളും ചേർത്ത് വെച്ച് മുന്നോട്ട് പോവുകയാണെന്ന്. നമ്മൾ മകളുടെ രോഗസൗഖ്യത്തെയാണ് ആദ്യം കണ്ടത്. സാക്ഷ്യപ്പെടുത്തുന്നത് അതാണ്. ഏറെ ക്ലേശാവസ്ഥയിൽ വിട്ടുമാറാത്ത ചുമ, ഒത്തിരി ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചിട്ടും സ്ഥിരമായി മാറാതെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ചികിത്സ മാറുന്നതല്ലാതെ പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ ഉടമ്പടി നേർച്ചവസ്തുവായ തേൻ ഉപയോഗിച്ചതിലൂടെ മകളുടെ ചുമ പൂർണ്ണമായി മാറുകയും എപ്പോഴെങ്കിലും പിന്നെ വന്നാൽ മറ്റൊരു മരുന്നും കഴിക്കാതെ നേർച്ചവസ്തുവായ തേൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം സൗഖ്യത്തിലേക്ക് നിരന്തരം മാറുന്ന സാക്ഷ്യമാണ് സൂചിപ്പിച്ചത്. രണ്ടാമത്തത്, മകന് 33 വയസ്സായെങ്കിലും വിവാഹം ആലോചിക്കുവാൻ പോലും പറ്റാത്ത വിധം വീടിൻ്റെ ക്ലേശാവസ്ഥകളെയാണ് സൂചിപ്പിച്ചത്. ദാരിദ്ര്യം ഒരു വശത്ത്, വീടിൻ്റെ ശോചനീയാവസ്ഥ മറ്റൊന്ന്, ചെന്ന് ചോദിച്ചാൽ ജോലിയില്ലായ്മ മറ്റൊരു വിഷയം. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ, എങ്ങനെ എന്തു പറയുമെന്നറിയാതിരിക്കുമ്പോൾ, അമ്മ മാതാവിൻ്റെ അരികിൽ വഴിയെല്ലാം അടഞ്ഞു പോകുമ്പോൾ ഒരു വഴി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് വീട്ടിൽ പണിക്ക് വന്നൊരാൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ മകൾക്ക് വേണ്ടി വിവാഹം ആലോചിക്കുകയും ആ വിവാഹം ഏറ്റവും സന്തോഷത്തോടു കൂടി നടത്തുവാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. ഇത് കണ്ണീര് കാണുന്ന ദൈവം അമ്മയോട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ നമുക്ക് തരുന്ന പ്രത്യേകമായ സഹായമാണ്. മറ്റൊന്ന് പറയുന്നുണ്ട്, ഒത്തിരി നാളായി വീടിൻ്റെ പണി മുടങ്ങിക്കിടക്കുന്നു. ചെയ്യാനാവാതിരുന്ന നാളുകളിൽ വിവാഹം അടുത്തു വരുമ്പോൾ എല്ലാവരും കൈമൈ മറന്ന് സഹായിക്കുകയും ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുത്ത് ആ കുടുംബത്തെ, മകൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്നതും സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ കുടുംബം എടുത്തെടുത്ത് പറയുന്ന ഓരോ അനുഭവവും അത് എത്ര കണ്ണീരിൻ്റെ താഴ്വരയിൽ അമ്മ മാതാവ് കരം പിടിച്ചുകൊണ്ട് ജീവിതത്തെ ഉയർത്തിക്കൊണ്ട് വരുന്നു. അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചതൊന്നും ഒരു നിമിഷം പോലും പാഴായിട്ടില്ല എന്നതിൻ്റെ സാക്ഷ്യമാണ്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങളെ നമുക്ക് നന്ദിയോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഉടമ്പടി ജീവിതത്തിൽ സ്ഥിരതയോടും വിശ്വാസത്തോടും നിലകൊള്ളാം. നേർച്ച വസ്തുക്കൾ അത് ഫലദായകമാണെന്ന പ്രത്യാശയോടുകൂടി ഉപയോഗിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതുവഴി നാം സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ നിയോഗങ്ങൾ ഈശോനാഥൻ പരിശുദ്ധമ്മ വഴി വേഗത്തിൽ നമുക്ക് അനുഗ്രഹമാക്കി നൽകുക തന്നെ ചെയ്യും. കരഘോഷത്തോടു കൂടി ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം ദൈവസന്നിധിയിൽ പരിശുദ്ധമ്മ വഴി നമുക്ക് സമർപ്പിക്കാം.